ഓക്കെ, ഇത് കഴിഞ്ഞ് നമുക്ക് പെട്ടെന്ന് നമുക്ക് പോവാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ശക്തി എന്ന് അബ്രഹാം മാസ്ലോ വിശേഷിപ്പിച്ചത് താഴെ പറയുന്നത് ഏതിനെയാണ്? ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ആണ്. ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, മാനവികത വാദമാണ്. ഓപ്ഷൻ ഡി ആണ് കേട്ടോ. കുട്ടികളുടെ ഇതൊരു ആൻസർ ശരിയാണോ? കുട്ടികളുടെ മൂർത്ത മനോവ്യാപാര ഘട്ടം എന്ന് വ്യവഹരിക്കപ്പെടുന്ന കാലഘട്ടം ഏതാണ് ആൻസർ വരിക? 0 മുതൽ 2 വയസ്സ് വരെ 11 വയസ്സ് വരെ എന്താണ് ആൻസർ വരിക? 202ാമത്തെ ചോദ്യം ഏതാ വരിക? 7 മുതൽ 14 വയസ്സ് വരെയാണ് വരിക. അതെ, 7 മുതൽ 11. ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, 7 മുതൽ 7 to 11 വയസ്സ് വരെ കേട്ടോ. ദെൻ കുട്ടികളെ പ്രകൃതത്തിന് യോജിക്കാത്തത്. ഏതാണ് ഓപ്ഷൻ? 202ാമത്തെ ചോദ്യത്തിന് ആൻസർ ഏതാ വരിക? 203ാമത്തെ ആൻസർ ഏതാ വരിക? 203. ആൻസർ പെട്ടെന്ന് പറഞ്ഞേ. 203. ഓപ്ഷൻ എ വികാര നിയന്ത്രണം അല്ലേ വരിക? ഓപ്ഷൻ എ ആണ് വരിക. ഓക്കെ ആണ്. വ്യവഹാരവാദത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ് മക്കളെ? പറഞ്ഞേ. എടാ മക്കളെ പറഞ്ഞേ. പകുതി എണ്ണ ഇറങ്ങി ഓടിപ്പോയിട്ടുണ്ട്. അടുക്കള പണിയാണ് തോന്നുന്നു അല്ലെ? ഉത്തരം വായിക്കാണ് ഞാൻ, പിന്നെ എന്താ വെറുതെയാണ് ഇരിക്കുന്നത്? 204 എന്താണ് ആൻസർ? വാട്സൺ അല്ലേ? ജെ ബി വാട്സൺ അല്ലേ? ഓപ്ഷൻ ഏതാണ്? ജെ ബി വാട്സൺ. ക്ലിയർ ആണോ? പഠന പ്രവർത്തനത്തിലെ സവിശേഷതകൾ പെടാത്തത്. ഇനി കുറച്ച് സിമ്പിൾ ആണ് കേട്ടോ. സിമ്പിൾ. ഏതാ പറയാ? 205ാമത്തത്. ഓപ്ഷൻ ഡി പ്രഭാഷണ രീതി. എന്താണ്? ഓപ്ഷൻ ഡി പ്രഭാഷണ രീതി. വൈജ്ഞാനിക മേഖലയുമായി ബന്ധപ്പെട്ട ഉദ്ദേശം ഏതാണ്? 206ാമത്തെ ചോദ്യം. 206. വർഗീകരണമാണോ ഗ്രഹണമാണോ? ഓപ്ഷൻ സി അല്ലേ വരിക? ഓപ്ഷൻ സി അല്ലേ? ഗ്രഹണമല്ലേ? ഓക്കെ. കുട്ടിയുടെ പ്രഥമ സമൂഹം. കുടുംബമാണ്. എന്താണ്? കുടുംബമാണ് കേട്ടോ. ദ കൾച്ചർ ഓഫ് എഡ്യൂക്കേഷൻ എന്ന കൃതിയുടെ കർത്താവ്. ഇത്ര നേരം സ്റ്റേറ്റ്മെന്റ് തന്നില്ലേ? ഇനി കുറച്ച് നമുക്ക് ഇത് വായിക്കാം. ഏതാണ്? ബ്രൂണർ ആണ് ആൻസർ. ഓപ്ഷൻ ബി ആണ് ആൻസർ. ക്ലിയർ ആണോ? സ്വന്തം ശക്തി ദൗർബല്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ ഒരാളെ സഹായിക്കുന്ന ബുദ്ധി. ഏത് ബുദ്ധിയാണ്? ഏത് ബുദ്ധി? ആന്തരിക വൈയക്തിക ബുദ്ധി. ഓപ്ഷൻ ഡി ആണ് ആൻസർ കേട്ടോ. ട്രയാർക്കിക് സിദ്ധാന്തം ആവിഷ്കരിച്ചത്. ഓപ്ഷൻ എ ആണ് അല്ലെ? ആൻസർ ഏതാണ്? ഏത് ആൻസർ? സ്റ്റേൺബർഗ്. ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ് വരിക അല്ലെ? ഓപ്ഷൻ എ ആണ് വരിക. പഠനം നടക്കാൻ മാനസികമായ അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കുക എന്നത് ഏത് സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ് മക്കളെ? ജ്ഞാന നിർമ്മിതിവാദം. ഓപ്ഷൻ എ ആണ് ജ്ഞാന നിർമ്മിതിവാദം. ഒരു കുട്ടിയെ അവന്റെ പരമാവധി നിലയിൽ എത്തിക്കാൻ മറ്റുള്ളവർ നൽകുന്ന സഹായം.
ഏതാ പറയാ? കൈത്താങ് നൽകൽ അല്ലെ. ആൻസർ ഏതാ? കൈത്താങ് നൽകൽ. ക്ലിയർ ആണോ? കൈത്താങ് നൽകൽ ക്ലിയർ ആണോ? ഓപ്ഷൻ ബി ആണ് വരിക അല്ലെ. കുട്ടികളുടെ അവകാശങ്ങൾ ഉൾപ്പെടാത്തത് ഓപ്ഷൻ സി വരും. ലഹരി മരുന്നുകളുടെ ഉപയോഗം. എന്താണ്? ഓപ്ഷൻ സി വരും. ലഹരി മരുന്നുകളുടെ ഉപയോഗം. Then ജ്ഞാന നിർമ്മിതി വാദപ്രകാരമുള്ള ക്ലാസ്സിലെ സവിശേഷത സ്വയം തിരിച്ചറിയുന്നു. ഓപ്ഷൻ സി ആണ്. സ്വയം തിരിച്ചറിയുന്നു. താഴെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവന ഏത്? ഏതാ പറയാ? പ്രായക്കാരായ കുട്ടികളിൽ ഒരേ നിലവാരക്കാരാണ് അല്ലെ. അതാണ് തെറ്റായ പ്രസ്താവന. എന്താണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കേട്ടോ. വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൽ ഘടനാവാദത്തിന്റെ പ്രയോക്താവ് ആരാണ്? 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 പറഞ്ഞേ. വില്യം മൂൺസ് അല്ലെ. ഓപ്ഷൻ ബി ആണ് ആൻസർ. ക്ലിയർ ആണോ? കുട്ടികളുടെ കൊച്ചു ശാസ്ത്രജ്ഞൻ എന്ന് വിശേഷിപ്പിച്ചത് കുട്ടികളെ ഓപ്ഷൻ എ ജിയാൻ പിയഷെ ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കേട്ടോ. കിൻഡർ ഗാർഡൻ എന്ന ജർമ്മൻ പദത്തിന്റെ അർത്ഥം ഇതൊക്കെ PVQ ആണ് ഇപ്പൊ തന്നത്. കുട്ടികളുടെ പൂന്തോട്ടം. എന്താണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. നാഡീ വ്യവസ്ഥയിൽ ഭൗതിക ശേഷികൾ മസ്തിഷ്കത്തിന്റെ ഏതു ഭാഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? ഓപ്ഷൻ ബി ആണ്. നിയോ കോർട്ടക്സ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. കക്ഷി കേന്ദ്രീകൃത കൗൺസിലിംഗ് ആവിഷ്കരിച്ചത് ആരാണ്? കാൾ റോഗേഴ്സ്. ഓപ്ഷൻ സി ആണ് കേട്ടോ. ഇതിൽ ബി ഓപ്ഷൻ സി ആണ്. കാൾ റോഗേഴ്സ്. ആരാണ്? ഓപ്ഷൻ സി ആണ്. കാൾ റോഗേഴ്സ്. നിങ്ങളുടെയൊക്കെ ഫോട്ടോ നിങ്ങൾ വാട്സപ്പിലും സ്റ്റാറ്റസിലും അതുപോലെ തന്നെ മറ്റുള്ളവർ പറയുന്ന രീതിയിൽ നിങ്ങൾ എത്തണം കേട്ടോ. നല്ല രീതിയിൽ പരീക്ഷയ്ക്ക് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. അതിൽ ഒരു വിട്ടുവീഴ്ചയും ഞാൻ മക്കൾക്ക് തരില്ല. എന്ത് സപ്പോർട്ട് വേണമെങ്കിലും എന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവും. LPക്കും LDCക്കും LGSനൊക്കെ കേട്ടോ. നിങ്ങളാവണം നാളത്തെ ഹീറോ എന്ന് എനിക്ക് ഉറപ്പ് തരണം. നിങ്ങളാവണം കേട്ടോ. 221 ചോദ്യം. പഠനത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ കുട്ടിക്ക് സജീവമായ പിന്തുണ നൽകുകയും പഠനത്തിൽ കൂടുതൽ ഉത്തരവാദിത്വം കൂടി ഏറ്റെടുക്കുന്നതോടെ ചെയ്യുന്ന പ്രക്രിയ ഏതാണ്? ഏതാ പറയുക? കൈത്താങ്. എന്താണ്? ഓപ്ഷൻ ഡി കൈത്താങ് ആണ് കേട്ടോ. ഒരു പരീക്ഷണത്തിനിടയിൽ യാതൊരു ഇൻപുട്ടും ലഭിക്കാത്ത കൂട്ടത്തിനെ വിളിക്കുന്നത് ഓപ്ഷൻ എ കൺട്രോൾ ഗ്രൂപ്പ്. എന്താണ്? കൺട്രോൾ ഗ്രൂപ്പ്. ക്ലിയർ ആണോ? ചുവടെ ചേർത്തവയിൽ ഒരു നിർവചനത്തിലൂടെ പഠിക്കാൻ പറ്റിയത് നട്ടെല്ലുള്ള ജീവികൾ. എന്താണ്? നട്ടെല്ലുള്ള ജീവികളാണ്. ക്ലിയർ ആണോ? ചുവടെ ചേർത്തവിൽ യഥാർത്ഥവും ആധികാരികവുമായ പഠന പ്രവർത്തനം ഏതാണ്? സ്കൂൾ കെട്ടിടത്തിന്റെ മാപ്പ് വരച്ച് കളിസ്ഥലത്തിന്റെ സ്ഥാനം നിർണയിക്കൽ അല്ലെ. 124 കേട്ടോ. നേരിട്ടുള്ള ബോധനം ഫലപ്രദമാകുന്ന സന്ദർഭം ഏതാ മക്കളെ? ഏതാ പറയാ? ഓപ്ഷൻ ബി വരുന്നത് അടിസ്ഥാന നൈപുണികൾ നേടുന്നതിൽ. ക്ലിയർ ആണോ? സർഗാത്മകതയുടെ മാനദണ്ഡമായി പരിഗണിക്കാറുള്ളത് മൗലികത, പഴക്കം, ഒഴുക്ക്. ഇത് മൂന്നും ഇല്ലേ? ഓപ്ഷൻ ഏതാണ്? ഡി വരും. ഒഴുക്കാണ്. ഇവയെല്ലാമാണ് കേട്ടോ. ഓപ്ഷൻ ഡി ഇവയെല്ലാമാണ് കേട്ടോ. നോം ചോസ്കി മുന്നോട്ട് വെച്ച ഭാഷാ പഠന സിദ്ധാന്തവുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ഏത്?
ഏതാ വരെ ആൻസർ? ഭാഷാ ആകിരണ സമീപനം അല്ലെ? ഏതാണ്? ഭാഷാ ആകിരണ സമീപനം. ഒരു കൂട്ടം വസ്തുക്കളുടെ പൊതുവായ പ്രത്യേകതകളെ അടിസ്ഥാനത്തിൽ വൽക്കരിക്കാനുള്ള കഴിവാണ് എന്താണ്? 228. ഏതാ മക്കളെ? 278. ഓപ്ഷൻ സി ആശയ രൂപീകരണം അല്ലെ? ആശയ രൂപീകരണം. ദെൻ വ്യക്തിപരമായ, എവിടെ മക്കളെ പോയോ? വ്യക്തിപരമായ പെരുമാറ്റങ്ങൾ രൂപവൽക്കരിക്കുന്നതിൽ നിർണായകമായത് വ്യക്തിയുടെ ശാരീരഘടന, വ്യക്തി ആർജിച്ച സവിശേഷ ഗുണങ്ങൾ, വ്യക്തിയുടെ ഭൗതികം സാമൂഹികമായ പശ്ചാത്തലം. ഏതാണ്? ഇത് മൂന്നുമില്ലേ? ഏതാണ്? ഓപ്ഷൻ ഡി ഇവയെല്ലാം. ഏതാണ്? ഓപ്ഷൻ ഡി ഇവയെല്ലാം. ക്ലിയർ ആണോ? പിയാഷെ രൂപീകരിച്ച വികസന ഘട്ടത്തിന്റെ ശൈശവാവസ്ഥയും കൗമാരാവസ്ഥയും ഒരുമിക്കുന്ന ഘട്ടം ഏതാണ്? ഏതാണ് ഘട്ടം? ഓപ്ഷൻ ബി വരെ അല്ലെ? ഔപചാരിക മനോവ്യാപാര ഘട്ടം. ഓപ്ഷൻ ബി ആണ് വരിക. ദെൻ നിരീക്ഷണ രീതിയിലൂടെ മാത്രം വിവരണം ശേഖരിക്കാൻ കഴിയുന്നത് ഏതാണ്? എ പെരുമാറ്റങ്ങൾ. ഏതാണ്? എ പെരുമാറ്റങ്ങൾ. ദെൻ മനുഷ്യന്റെ വികസനത്തിൽ സമൂഹം സംസ്കാരവും വഹിക്കുന്ന പങ്ക് ജിയാൻ പിയാഷെയുടെ പരിഗണിച്ചില്ലെന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? വൈഗോട്സ്കി ആണ്. ആരാണ്? ഓപ്ഷൻ സി വൈഗോട്സ്കി അല്ലെ? കുറച്ച് ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവും, ക്ഷമിക്കുക കേട്ടോ, നിങ്ങൾക്ക് ആൻസർ അറിയാലോ. ദെൻ ഗണിതത്തിലെ ഒരു പ്രശ്നത്തിൽ കുട്ടികൾ ഉത്തരം കണ്ടെത്തി. ആ ഉത്തരം കണ്ടെത്തിയത് എങ്ങനെയെന്ന് കുട്ടി വിശദീകരിക്കാൻ ആവശ്യപ്പെടുന്നതിലൂടെ അധ്യാപകർ വിലയിരുത്തുന്നത് എന്താണ്? അറിവ് രൂപീകരിച്ചതിനെ കുറിച്ച് കുട്ടികൾക്കുള്ള അറിവ്. ഏതാണ്? ഓപ്ഷൻ എ ആണ് വരിക അല്ലെ? വിവിധങ്ങളായ കഴിവുകൾ പഠന നിലവാരവുമുള്ള കുട്ടികളോട് പഠനത്തിന് ഉപയോഗിക്കാൻ പാടില്ലാത്ത ബോധന ശൈലി എന്താണ്? എന്താണ്? എല്ലാ കുട്ടികളും ഒരേ പഠന നിലവാരം ആർജിക്കാനുള്ള ഊന്നൽ അല്ലെ? ഓപ്ഷൻ ബി ആണ് ആൻസർ. എന്താണ്? എല്ലാ കുട്ടികളും ഒരേ പഠന നിലവാരം ആർജിക്കാനുള്ള ഊന്നലാണ്. ക്ലിയർ ആണോ? കുട്ടികളുടെ ശാരീരിക നൈപുണികളിൽ ആദ്യം പ്രകടിപ്പിക്കാൻ സാധ്യതയുള്ളത് ഏതാണ്? ഓപ്ഷൻ ഡി അല്ലേ വരിക? ഓരോ കാൽ വെച്ച് പടികൾ ഇറങ്ങൽ അല്ലേ? ഓപ്ഷൻ ഡി ആണ് വരിക അല്ല? അല്ലേ? ഡി തന്നെ വരിക? സൈക്കിളാണ് വരിക? ട്രൈസൈക്കിൾ ഓടിക്കലാണോ? ഡി അല്ലേ വരിക? അതെ. എന്താ സംശയം? ഭാഷ ആർജിക്കുന്നതിന് മുന്നോടിയായി പ്രതീകാത്മകമായി ചിന്തിക്കാനുള്ള കഴിവ് കുട്ടി നേടുന്നുണ്ടെന്ന് അഭിപ്രായപ്പെട്ടത് നടത്തത്തിനാണ് മക്കളെ ട്രൈക്കിൾ വരിക. അതിലെങ്ങനെ വരിക? ഏതാ വരിക? 236 ജിയാൻ പേഷ് പിയാഷെയാണ് കേട്ടോ. പിയാഷെയാണോ കേട്ടോ? ഏതാണ്? പിയാഷെയാണ്. ദെൻ പഠന പ്രക്രിയയിൽ അധ്യാപകന്റെ ചുമതലയിൽ പെടാത്തത് ഡി തന്നെയാണ് ആൻസർ. 235 ഓരോ കാൽ വെച്ച് സ്ഫടികരങ്ങൾ കേട്ടോ. പഠന നിലവാരത്തിനനുസരിച്ച് കുട്ടികളെ തരംതിരിക്കൽ. ഓപ്ഷൻ ഡി ആണ് ആൻസർ കേട്ടോ. പഠന പ്രക്രിയ അധ്യാപകന്റെ ചുമതലയിൽ പെടാത്ത എന്താണ്? പഠന നിലവാരത്തിനനുസരിച്ച് കുട്ടികളെ തരംതിരിക്കൽ. ക്ലിയർ ആണോ? പഠനം മികച്ച രീതിയിൽ നടക്കുന്നതിൽ ഏറ്റവും കുറച്ച് സ്വാധീനമുള്ള ഘടകം ഏതാ വരിക?
ഓരോ പ്രാവശ്യം സമ്മാനം നൽകൽ അല്ലെ. ഓപ്ഷൻ എ ആണ് ഓരോ പ്രാവശ്യം സമ്മാനം നൽകൽ. മാർക്ക്, ശിക്ഷ, റാങ്ക്, ഇമ്പോസിഷൻ എന്നീ പ്രയോഗങ്ങൾ ഏത് വിദ്യാഭ്യാസ മനഃശാസ്ത്രവാദവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ സി വരും അല്ലെ, വ്യവഹാരവാദം അല്ലെ. ഏതാണ്? വ്യവഹാരവാദമാണ്. ക്ലിയർ ആണോ? ബെഞ്ചമിൻ ബ്ലൂം തരംതിരിച്ച വൈജ്ഞാനിക മേഖലയിൽ പെടാത്തത്? സംശ്ലേഷണം, വിലയിരുത്തൽ, വിശേഷണമാണോ? ഇവയൊന്നുമല്ല അല്ലെ, ഏതുമല്ല. നിങ്ങൾക്ക് 2012 മുതലുള്ള ക്വസ്റ്റ്യൻസുകൾ അടക്കം ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ഓരോന്നും നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. ദെൻ ഗാഗ്രയുടെ പഠനശ്രേണിയിൽ ഏറ്റവും ഉയർന്ന തരത്തിലുള്ളത്? ഏതാണ്? പ്രശ്ന നിർദ്ധാരണം. ഓപ്ഷൻ സി ആണ് അല്ലെ. ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ ആണോ? ഒരു പഠന പ്രശ്നം കുട്ടികളെ പ്രശ്നമായി മാറുക, ആ പ്രശ്നത്തിന്റെ പരിഹാരം കാണേണ്ടത് താങ്കളാണെന്ന് ധാരണയുണ്ടാക്കുക എന്നിവ ശരിയായ പഠനം നടത്താൻ ആവശ്യമാണ്. ഇങ്ങനെ കുട്ടികളെ സന്നദ്ധരാക്കുന്ന പ്രക്രിയ ഏതാണ്? ഓപ്ഷൻ സി വരും അല്ലെ, അഭിപ്രേരണ. എന്താണ്? ഓപ്ഷൻ സി അഭിപ്രേരണ. ക്ലിയർ ആണോ? ദെൻ 3-ാം ക്ലാസ്സിൽ അധ്യാപകൻ ഗുണന വസ്തുതകൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ പരാജയപ്പെട്ടു. പക്ഷെ മഞ്ചാടിക്കുരു ഉപയോഗിച്ച് ഇതേ ആശയം എളുപ്പത്തിൽ പഠിക്കാൻ കഴിഞ്ഞു. ഇങ്ങനെ വിശദീകരിക്കാം. ഇതെങ്ങനെയാ കുട്ടികളിൽ രൂപാത്മക മനോവ്യാപാര ഘട്ടത്തിലാണ്. എന്താണ്? ഓപ്ഷൻ സി അല്ലേ വരിക? അല്ലേ? ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. മാസ്ലോവിന്റെ അഭിപ്രേരണ ക്രമത്തിൽ പെടാത്തത്? ഏതാ വരിക? ഓപ്ഷൻ എ വരുവോ? പ്രതികാര ആവശ്യങ്ങളല്ലേ വരിക? ഓപ്ഷൻ എ ആണ് വരിക. അടുത്തത് 245-ാമത്തെ ചോദ്യം. എന്താണ് ഇന്ദ്രിയാചാലക ഘട്ടം എന്നാൽ? ഓപ്ഷൻ ഡി ആണ് വരിക. 2 വയസ്സല്ലേ? ഓപ്ഷൻ ഡി ആണ് കേട്ടോ. 3 വയസ്സ് വരെയുള്ള സംഭാഷണം പ്രധാനമായും എന്താണ്? ഏതാണ് 246-ാമത്തെ ചോദ്യം? ഏതാ വരിക? ഓപ്ഷൻ ഡി ആണ് അല്ലെ. ഏതാണ്? ഓപ്ഷൻ ഡി ആണ് അല്ലെ. ഏതാ വരിക? ഓപ്ഷൻ സി ആണ് വരിക. 3 വയസ്സ് വരെ അഹമല്ലേ വരിക? സോറി ഓപ്ഷൻ സി ആണ് വരിക കേട്ടോ. അഹം കേന്ദ്രിതമാണ്. ഓപ്ഷൻ സി ആണ് കേട്ടോ. കൂട്ടുകാരുടെ സ്നേഹം സമ്പാദിക്കാനാവാത്ത കുട്ടി റൗഡിയായി പേരെടുക്കുന്നത് എങ്ങനെയാണ്? ഏതാണ്? ഓപ്ഷൻ സി ആണ് അല്ലെ. ഓപ്ഷൻ സി ആണ്. അല്ല, ഓപ്ഷൻ ഏതാ വരിക? പ്രതിപൂർത്തിയാണ്. ഓപ്ഷൻ എ അല്ലേ വരിക? ഓപ്ഷൻ എ ആണ് വരിക. ഓപ്ഷൻ എ ആണ് വരിക. ക്ലിയർ ആണോ? 247 പറഞ്ഞില്ല. രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ ഇത്തരം ബുദ്ധികളിൽ മികവ് കാണിക്കാറുണ്ട്. ഏതാണ് വരിക? 247. അതൊരു ഇൻകംപ്ലീറ്റ് ആണോ?
അല്ലല്ലോ. ഓപ്ഷൻ സി ആണ് ആൻസർ. വ്യക്താന്തര ബുദ്ധിയാണ്. ക്ലിയർ ആണോ? 248 പറഞ്ഞു. അങ്ങനെ 249 എത്തി. അധ്യാപകർ കുട്ടികൾക്ക് നൽകുന്ന കൈത്താങ് എന്താണ്? അധ്യാപകർ കുട്ടികൾക്ക് നൽകുന്ന കൈത്താങ് എന്താണ്? എന്താണ്? പ്രത്യേകിച്ച് താങ്ങൊക്കെണ്ടാ? താങ്ങുണ്ട് എന്നാണ് പറയുന്നത്. എന്താണ് കൈത്താങ്? കുട്ടിക്ക് സ്വയം പഠിക്കാൻ ആവശ്യമുള്ള സൂചകങ്ങൾ, നിർദ്ദേശങ്ങൾ ഇവ നൽകുക. ഓപ്ഷൻ ബി ആണ് അല്ലെ? ഓപ്ഷൻ ബി ആണ് ആൻസർ. ക്ലിയർ ആണോ? അങ്ങനെ 250 ചോദ്യത്തിൽ നമ്മൾ എത്തി. വൈകാരിക ബുദ്ധി കൂടുതലുള്ള ഒരു വ്യക്തിയിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നത് എന്താണ്? എന്താണ് ആൻസർ? ഓപ്ഷൻ 250. 250 ആൻസർ എന്താ പറയാ? 250 പ്രതിപക്ഷ ബഹുമാനമാണോ? അതെ, ആൻസർ എന്താണ്? പ്രതിപക്ഷ ബഹുമാനമാണ്. എന്താണ്? പ്രതിപക്ഷ ബഹുമാനമാണ്. അങ്ങനെ നമ്മൾ കുറച്ച് ജീരക വെള്ളം കുടിക്കട്ടെ കേട്ടോ. ഓക്കെ, മാർക്കുകളൊക്കെ എന്ത് ചെയ്യുക? ഒന്ന് രേഖപ്പെടുത്തുക. ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ എന്ത് ചെയ്യുക? ഒന്ന് കമന്റ് ആയിട്ട് നിങ്ങളുടെ മാർക്കുകളൊക്കെ ഇട്ട. കാരണം ഒന്ന് ലൈക്ക് അടിച്ചേ. എന്ത് ഉത്തരവാദിത്തമാണ് നിങ്ങൾക്കുള്ളത്? ഓക്കെ, അപ്പൊ ബൈ ബൈ. എന്ത് ചെയ്യാ? നിങ്ങൾ എന്ത് ചെയ്യാ? പോയിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുക. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്ന് ലൈക്കും കമന്റ് ഒക്കെ അടിക്കുക കേട്ടോ. ഓക്കെ, നന്ദി, നമസ്കാരം.